നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക. പ്രത്യാക്രമണം തുടർന്ന് ഇറാൻ. യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ മുടങ്ങുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്നും ഇന്നലെയും ഭൂരിഭാഗവും മുടങ്ങി. 3 സർവീസുകൾ മാത്രമാണ് ഇന്നലെ നടത്തിയത്. തൃശൂർ ജില്ലയുടെ പുതിയ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. അർജുൻ പാണ്ഡ്യൻ പുതിയ കളക്ടർക്ക് ചുമതല കൈമാറി. തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റിയതിൽ രൂക്ഷ വിമർശനവുമായി സമൂഹമാധ്യമങ്ങൾ. ടോൾ പിരിവ് വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്നും വിമർശനം. നെല്ല് സംഭരണം തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പനോളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അടാട്ട് ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. യുവ സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ കവി വിജയരാജമല്ലിക ഏർപ്പെടുത്തിയ യുവവിജയ സാഹിത്യ പുരസ്കാരം സംസ്കൃത ഭാഷാ പണ്ഡിത ഡോക്ടർ രേഷ്മ രാമചന്ദ്രന് അനിൽ അക്കര സമ്മാനിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും ദോഷപരിഹാര യജ്ഞവും സംഘടിപ്പിച്ചു. ജില്ലാ മാതൃസമിതി അധ്യക്ഷ ഡോക്ടർ ആശാലതയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാതൃപൂജ നടത്തി. ബാൻഡ് ഫാൻസ് കേരളയുടെ 7ാമത് വാർഷിക പൊതുയോഗം ഗുരുവായൂരിൽ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ, റിട്ടയർഡ് പോലീസ് ഓഫീസർ റോയ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ നിന്നും ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. നെല്ലുവായി മുണ്ടംകൂടുള്ള വീടിന്റെ പോർച്ചിന് സമീപമുള്ള ചെടിത്തോട്ടത്തിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ എംപവർ ക്രാഫ്റ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി യൂണിയനിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര തൊഴിലുപകരണ കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്തക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. കൊമ്പൻ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഇടവകയിലെ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ റാഫേൽ മുത്തുപീടിക ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലോമല ഗ്രാമീണ വായനശാല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് ഉമാശങ്കർ, സെക്രട്ടറി ബാബു പരശുറാം എന്നിവർ ചേർന്ന് വിതരണം നിർവഹിച്ചു. വെങ്ങണിശ്ശേരിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണു മരിച്ചു. വെങ്ങണിശ്ശേരി കളപ്പുരപ്പറമ്പിൽ 55 വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത്. കല്ലൂരിൽ മരം മുറിക്കുന്നതിനിടെ വീണ് തൊഴിലാളി മരിച്ചു. കല്ലൂർ പാറക്കാട് വാഴക്കാല വീട്ടിൽ ബെന്നിയുടെ മകൻ മെൽവിനാണ് മരിച്ചത്. ചികിത്സാ പിഴവ് മൂലം കണ്ണ് നഷ്ടപ്പെട്ട സനൂപിനെ ചികിത്സയ്ക്കായി കോവൈ അരവിന്ദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താൽക്കാലികമായി സനൂപിന് 2 കൃത്രിമ കണ്ണുകൾ വെച്ചു. നിലവിൽ സ്മാർട്ട് കണ്ണട വയ്ക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകുന്നത്. കുട്ടനല്ലൂർ ജംഗ്ഷനിലെ കുരുക്കഴിക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൌൺസിലർമാരായ പ്രവീൺ ലാൽ, ഹരീഷ് മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളി കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു രംഗത്ത്. തനിക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗവുമാണെന്ന് സാബു. കുന്നംകുളം മങ്ങാട് പുളിഞ്ചോട് പനമരത്തിന്റെ മുകളിൽ കുഴഞ്ഞിരുന്നയാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കൊപ്പം സ്വദേശി വടക്കേതിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് റോപ്പ്, നെറ്റ് എന്നിവ ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെയിറക്കിയത്. എടത്തിരുത്തിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന സമ്മേളനം മൗനയോഗി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെയും അമല ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പൊന്നാട അണിയിച്ച് ചടങ്ങിൽ വിവിധ വ്യക്തികളെ ആദരിച്ചു. ചിറ്റാറ്റുകര മാനുഷം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മാനുഷം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് PG സുബിദാസ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനം സ്വാമി രാമഹരിപ്രസാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു.
SNDP ഗുരുവായൂർ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗം AS വിമലാനന്ദൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന്റെ കൊടിയേറ്റ് ശിവഗിരി മഠം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ നിർവഹിച്ചു. ശിവഗിരി മഠം താന്ത്രികാചാര്യൻ ശിവനാരായണ തീർത്ഥസ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണലൂർ പഞ്ചായത്തിലെ യുവതി യുവാക്കളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ യുവത്തിന്റെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിച്ചു. ചടങ്ങിൽ കേരള വിഷൻ റിപ്പോർട്ടർ ഷാജുവിനെ ആദരിച്ചു. താന്യം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം തൃത്തല്ലൂർ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം അധ്യക്ഷ ബ്രഹ്മകുമാരി കൌസല്യ ദീദി ഉദ്ഘാടനം ചെയ്തു. P. മാധവമേനോൻ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച 5 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.